ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ എജ്യൂസോൺ. ഇപ്പോൾ നമ്മളുടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ ഇട്ട വീഡിയോ എന്ന് പറയുമ്പോൾ ഞാൻ ഔട്ട് ഓഫ് സെഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾ ചെറിയ ടൂൾ വെച്ചിട്ടാണ് സ്ലൈഡ് സെറ്റ് ആക്കിയിരിക്കുന്നത്. നമുക്കിതിൽ കാണിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ നമ്മൾ ഇലക്ട്രോണിക്സിന്റെ കാര്യം നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് ഇലക്ട്രോണിക്സ് ആർക്കും കൂടി അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു പോസ്റ്റാണ്. നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. അപ്പോൾ കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ 51,400 തൊട്ട് 1,13,300 വരെയാണ് അവിടെ സ്കെയിൽ അപ്പ് വന്നുള്ളത്. നമ്പർ ഓഫ് വേക്കൻസീസ് ഒന്നാണ്. അപ്പൊ ഇവിടെ 18 തൊട്ട് 40 വയസ്സ് വരെയുള്ളവർക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ക്വാളിഫിക്കേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. ഓക്കെ, UGC റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. അല്ലാന്നുണ്ടെങ്കിൽ AMI വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഇതിൽ പറഞ്ഞതാണ് ഡിഗ്രി ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഓർ എനി അതർ ക്വാളിഫിക്കേഷൻ റെക്കഗ്നൈസ്ഡ് ആസ് ഇക്വലന്റ്. അപ്പൊ ബിടെക് ഇലക്ട്രോണിക്സ് കഴിഞ്ഞവർക്ക് എന്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അപ്പൊ ഇത് ഇലക്ട്രിക്കൽ കഴിഞ്ഞവർക്ക് മാത്രമല്ല, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് കഴിഞ്ഞവർക്ക് മാത്രമല്ല, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞവർക്കും എന്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു പോസ്റ്റ് ആണ്. അപ്പൊ ഇതിന്റെ നമ്മളെ 2022-ലൊക്കെയാണ് ഇതിന്റെ എന്താ പറയണ്ടേ ഒരു അമെന്റ്മെന്റ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒന്നും നമ്മൾ മുന്നേ വീഡിയോ ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ടൈം കിട്ടാത്തതുകൊണ്ട് നമ്മൾ ചെയ്യാനാണ്. അപ്പൊ അതിൽ കൃത്യമായിട്ട് അവരെന്താ അവിടെ നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. അതായത് ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ, അതായത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ബൈ ഡയറക്ട് റിക്രൂട്ട്മെന്റ് ത്രൂ കേരള PC ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യണം, ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആയിരിക്കണം. പിന്നെ അതിന്റെ താഴെ പറയുന്നത് ഡിഗ്രി ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. നിങ്ങൾക്കറിയാം ഈ ഒരു നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് PSC വഴി ആദ്യമായിട്ട് വിളിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ്. അല്ല, കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡ് ഇലക്ട്രിക്കൽ എന്ന് പറയുന്നത് PSC വഴി ആദ്യമായിട്ടാണെന്നാണ് മനസ്സിലായത്. ഓക്കെ, അപ്പോ അതേപോലെ ഇപ്പം ഫസ്റ്റ് ഗ്രേഡ് ഡ്രാഫ്റ്റ്സ്മാൻ പ്രൊമോഷൻ ആയിട്ടും വരാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കേസിൽ ഡിപ്ലോമയാണ്, പിന്നെ അപ്രൂവ്ഡ് പ്രൊബേഷണർ ആണ്, പിന്നെ 3 ഇയേഴ്സ് സർവീസിൽ ഉണ്ടാവണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, പിന്നെ അതിന്റെ റേഷ്യോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് 3:2 ആണ്. ആ 2-നെ വീണ്ടും 1:1 ഒക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എനിവേ നമുക്ക് ഇവിടെ ഇപ്പം വന്ന നോട്ടിഫിക്കേഷനിൽ ഇലക്ട്രോണിക്സ് കഴിഞ്ഞവർക്ക് അപ്ലൈ വേണ്ടി പറ്റുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സ്വാഭാവികമായിട്ട് എന്താ ഇലക്ട്രോണിക്സ് ബിടെക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞവർക്കും ബിടെക് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഇപ്പൊ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സിലബസ് ആണ്. സിലബസ് എന്തായിരിക്കും? കാരണം വെച്ചാൽ നമ്മളെ പ്യുവർ ഇലക്ട്രിക്കലിന്റെ ആയിരിക്കാൻ സാധ്യതയില്ല. കാരണം വെച്ചാൽ ഇലക്ട്രോണിക്സ് EC കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റിയതുകൊണ്ട് പ്യുവർ ഇലക്ട്രിക്കൽ സിലബസ് ആയിരിക്കില്ല. അതിന്റെ കൂടെ കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യത ഉണ്ട്. അപ്പോ നിങ്ങൾ അതിന്റെ കൂടെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറും കൂടി വന്നിട്ടുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ടെക്നിക്കൽ ഇലക്ട്രിക്കൽ കണ്ടന്റുകൾ നല്ല രീതിയിൽ തറവാക്കുക. അതിന്റെ കൂടെ നമുക്ക് സിലബസ് വരുന്നതിനനുസരിച്ചിട്ട് ECയുടെ പോർഷൻസ് നമുക്ക് അവിടെ കവർ ചെയ്ത് പഠിക്കാം. ഓക്കെ, നമുക്ക് ഇപ്പോഴെന്തായാലും ഒരു സിലബസ് പ്രഡിക്ഷനിലേക്ക് പോകുന്നുണ്ടാവില്ല. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒന്ന് നോക്കിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്തിട്ട് നമുക്ക് അവിടെ സിലബസ് ഡിസ്കഷൻ വീഡിയോ ആയിട്ട് നമുക്ക് അവിടെ വരാം. ഓക്കെ, അപ്പൊ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് മാസം 5-ാം തീയതിയാണ്. നിങ്ങൾ നാളെ തൊട്ട് തന്നെ നിങ്ങൾ അവിടെ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ കൂടുതൽ വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.